ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു രാവിലത്തെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ തറവാട്ടിൽ കർമ്മമാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ചയായിട്ട് നമുക്ക് നോയമ്പായിരുന്നു. അപ്പോൾ ഇന്ന് തറവാട്ടിൽ കർമ്മമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ അച്ഛൻ കടയ്ക്കൊക്കെ പോയതിന് ശേഷം ഞാൻ മുറ്റടിയും പാത്രം കഴുകലും അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുളി കഴിഞ്ഞിട്ടാണ്. നോയമ്പായതുകൊണ്ടാണ് നേരത്തെ കുളിക്കുന്നത്. അല്ലാത്ത സമയത്തൊന്നും നമുക്ക് നേരത്തെ കുളിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഈ അലർജീൻ്റെ പ്രശ്നമുള്ള കാരണം നേരത്തെ കുളിച്ചാൽ തുമ്മലാണ്. തുമ്മൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 5-10 തുമ്മലെങ്കിൽ തുമ്മിയതിൻ്റെ ശേഷം പിന്നെ തുമ്മൽ നിൽക്കും, തുടർച്ചയായിട്ട് തുമ്മുട്ടോ. അത് കാരണം ഞാൻ നേരത്തെ അങ്ങനെ കുളിക്കാറില്ല. കുറച്ചൊരു 9 മണി ഒക്കെ ആ സമയമൊക്കെ ആകുമ്പോഴാണ് ഞാൻ കുളിക്കലുള്ളൂ. 9 മണി 10 മണി ഉച്ചൻ്റെ മുന്നായിട്ടുള്ള അങ്ങനെയായിട്ടേ കുളിക്കലുള്ളൂ. രാവിലെ അതേപോലെ തന്നെ വൈകുന്നേരം ഒന്നും തല നനച്ച് കുളിക്കാനായിട്ട് പറ്റലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തോരയിടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളും ഇല്ല. അപ്പോൾ രാവിലെ ദോശ ചുടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ ദോശയായിരുന്നു. അപ്പോൾ ഇന്ന് മോള് പറഞ്ഞ് ദോശ വേണ്ട, ഓട്ടട മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓട്ടട ചുടാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി കമൻറ്റ് വരലുണ്ട് കേട്ടോ. വീട് എവിടെയാണ്, വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണോ വീട്ടിൽ, അങ്ങനെയൊക്കെ കുറേ കമൻറ്റ് കാണലുണ്ട് കേട്ടോ. അതിനൊക്കെ ആയിട്ടുള്ളൊരു റിപ്ലൈ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും വിവരങ്ങൾ അറിയാനൊക്കെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒത്തിരി നന്ദിയുണ്ട് കമൻറ്റ് ചെയ്യുന്നതിന്. എന്നും പറയുന്ന പോലെ തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്ക് തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അതിന് മുന്നേ വരെ നമുക്ക് സത്യം പറഞ്ഞാൽ ജീവിതത്തിലൊന്നും ചെയ്യാനില്ലാത്ത പോലത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം രാവിലെ എണീക്കുക, വീട്ടിലെ പണിയെടുക്കുക, കടയിൽ പോവുക, കടയിൽ നിന്ന് വരിക, വീണ്ടും വീട്ടിലെ പണി, കിടന്നുറങ്ങുക, വീണ്ടും രാവിലെ എണീക്കുക, അങ്ങനെയുള്ള ഇതായിരുന്നു കേട്ടോ. കാരണം നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ വീട്ടിൽ മോളുള്ളത് കൊണ്ടാണ് കേട്ടോ കുറച്ചെങ്കിലും നമുക്കൊരു നേരം പോകാനുള്ളൊരിത്. ചില ദിവസങ്ങളോളം അവളെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒറ്റപ്പെടലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് യൂട്യൂബ് തുടങ്ങിയാലോ എന്നല്ല, എന്താ പറയുക, യൂട്യൂബിലൊക്കെ ഓരോരുത്തർ വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊന്നും ഇങ്ങനെ സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയാണ് തുടങ്ങുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിന് മുന്നേ നമ്മളെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വീടിനടുത്തുള്ള ഒരു താത്തയാണ് നമ്മളോട് യൂട്യൂബിനെ പറ്റി പറഞ്ഞതും ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് കേട്ടോ. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ മുഖം കാണിക്കാതെയുള്ള വീഡിയോസൊക്കെയാണ് ഇട്ടിരുന്നത്. അന്നൊന്നും അത്ര ഒരുപാട് പേരൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല, കുറഞ്ഞത് 1000 പേരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. സ്ഥിരം കാണുന്നവരാവാം, അല്ലാത്തവരാവാം. പിന്നെ കാണുന്നുണ്ടെന്നുള്ളൊരു തോന്നലും, നമ്മളെ കാണാനും നമ്മൾ പറയുന്ന കേൾക്കാനൊക്കെ ഒത്തിരി പേരുണ്ടെന്നുള്ളത് തന്നെ നമുക്കൊക്കെ ഒരു എന്താ പറയുക, മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനമാണല്ലോ സത്യം. പിന്നെ ഞാൻ ഫേസ് കാണിച്ച് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. ഫസ്റ്റൊക്കെ ഞാനിതുപോലെ ഫുഡ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് വിളമ്പണതും ഫുഡ് കഴിക്കണത് അങ്ങനത്തെയൊക്കെ ഷോർട്സ് വീഡിയോസ് ഞാൻ ആദ്യം ഇട്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട സമയത്ത് ഏട്ടൻ പറഞ്ഞു, ഏതായാലും ഇതിനായിട്ട് ഇറങ്ങിയില്ലേ, അനക്ക് എൻ്റെ മുഖം കാണിച്ചു രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ ഒരു പണി വീട്ടിൽ ചെയ്യുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും കണ്ടോട്ടെ,
ചില സമയത്തൊക്കെ ഞാനൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ പണിയെടുക്കണില്ല, നേരം ഫോണിലാണ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ആദ്യമൊക്കെ കളിയാക്കി പറയൽ. പിന്നെ അന്ന് അങ്ങനെ ഒരു സംസാരം, അതായത് രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ ഒരു പണിയെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിത് അതുവരെ എന്നെ കളിയാക്കല് ചെയ്തിട്ടോ, ഞാൻ പണിയെടുക്കലില്ല, വീട്ടിലൊന്നും ചെയ്യൂല എന്നൊക്കെ ഉള്ള. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു ഇത് എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയത്. പിന്നെ അന്ന് അങ്ങനെ ഏട്ടൻ ആ ഒരു സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞെനിക്ക് തോന്നി, എന്തുകൊണ്ട് നമ്മളെ കാണാനും കേൾക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്നുള്ളൊരിതിൽ ഞാനങ്ങോട്ട് തുടങ്ങി. ഫസ്റ്റ് റീല് രാവിലെ എണീക്കുന്ന റീല് ഫസ്റ്റ് രാവിലെ നേരത്തെ എണീറ്റിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടുള്ള റീല് ഞാൻ ഇട്ട സമയത്ത് ഒരു ദിവസം തന്നെ 5000 വ്യൂസ് ഉണ്ടായിട്ടാ. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഏട്ടൻ ഓട്ടം പോയതായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞു ഇതാ ഞാൻ ഇട്ട റീല് ഇതുപോലെ 5000 ആൾക്കാർ കണ്ടിട്ടുണ്ട്, എന്താണ് ഒരു 500 മേലെ ലൈക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്നോട് കുറേ കാലമായില്ലേ പറയുന്നത് ഇങ്ങനെ ചെയ്തോന്ന് ഈ കേൾക്കാനായിട്ടല്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാതെ ഇരുന്നത് പറഞ്ഞപ്പോൾ, ഈ അങ്ങനെ ചെയ്യാൻ എനിക്കെന്ത് ഇഷ്ടക്കുറവാണ്. അത് കേട്ടപ്പോൾ എനിക്കതിലേറെ ഇത്, കാരണം ഞാൻ വിചാരിച്ച് ഇങ്ങനെ വീഡിയോ ഇടുന്നതും ഇങ്ങനെ അധികം ആൾക്കാർക്ക് ഇഷ്ടാവില്ലല്ലോ, ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ വീഡിയോ ഇടണമൊന്നും അധികം ആൾക്ക് ഇഷ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനങ്ങനെ മുപ്പരടുത്ത് അങ്ങനെ വർത്താനം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷോക്കായി, ഞെട്ടിയെന്നാണൊക്കെ പറയാം. പിന്നെ ഞാൻ അങ്ങോട്ട് ഇതുപോലെ ഡെയിലി ഓരോ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് ഇതുപോലെ തന്നെ ഇടൽ തുടങ്ങിയപ്പം ഞാൻ ഇട്ട വീഡിയോ ആണ് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിയതെന്ന് എനിക്ക് തോന്നി. എന്നാലും വേണ്ടി കുഴപ്പമില്ല, എല്ലാവരും കാണൽ തുടങ്ങിയിട്ടാണ്. കണ്ടപ്പോൾ തന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയും. ഞാൻ പിന്നെ നമ്മുടെ ബന്ധുക്കൾക്കോ അങ്ങനെയൊന്നും ആർക്കും ഷെയറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ, ആരോടും പറഞ്ഞിട്ടും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ളത്. ഞാൻ ആരോടും പറഞ്ഞു ചെയ്തില്ല, ഞാനും ഹസ്ബൻഡും പിന്നെ നാത്തൂൻ്റെ മോളുണ്ടല്ലോ വീട്ടിലത്തെ, ഓൾക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ തുടങ്ങിയ സംഭവം. പക്ഷേ ആദ്യം ഞാൻ തുടങ്ങിയ ഈ ഫസ്റ്റ് ഫുഡ് വിളമ്പുന്ന വീഡിയോ, ഫുഡ് കഴിക്കുന്ന വീഡിയോ, അങ്ങനത്തെ ഒക്കെ കുറച്ച് ഷോർട്സ് ഇട്ട് തന്നില്ലേ, ആ വീഡിയോ ഇടുന്ന സമയത്തും ഏട്ടനറിയില്ല, ഞാനും മോളും മാത്രമേ അറിയുള്ളൂ എന്നിട്ടാ. ഒരു 1000 ആളൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഏട്ടനോട് പറയാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അതിലെങ്ങനെയോ എങ്ങനെയോ മനസ്സിലാക്കി, ഞാനിങ്ങനെ ചാനൽ തുടങ്ങി ഇങ്ങനെ വീഡിയോ ചോറിനുമ്പോഴും ചായ അടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ ഓണാക്കി വയ്ക്കുന്ന കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല, മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഞാൻ പിന്നെ ഏട്ടൻ്റെ ഫോണിലും സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ മനസ്സിലാക്കി ഞാൻ പറയാതെ തന്നെ. അപ്പോൾ പിന്നെ പറഞ്ഞു, ഈ എന്തിനാണ് ഈ ഒളിച്ചും പാത്തും ചെയ്യുന്നത്, വേറെ ആരാ ഈ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ധൈര്യം അങ്ങോട്ട് വന്ന്, ആ ധൈര്യത്തിന് പുറത്താണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയതും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, പറയാൻ അറിയില്ല, സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ സൗണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൗണ്ട് എന്താ പറയുക, ഇങ്ങനെയാണ് എന്തെന്നാ പറയുക എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ സൗണ്ട് തീരെ കൊള്ളൂല, ഇപ്പോഴും കൊള്ളൂല സത്യം പറഞ്ഞാൽ. പക്ഷെ ഇങ്ങനെ ഈ ഒരു വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴും ഇപ്പോൾ ഈ ചാനലിലൊക്കെ ഓരോ ചാനൽ കാണുമ്പോൾ ഓരോരുത്തർ സൗണ്ടും അതേപോലെ തന്നെ അവരുടെ ഭാഷ നല്ല രീതിയിലാവും കേട്ടോ, നല്ല എന്താ പറയുക, നല്ലൊരു സ്റ്റൈലിൽ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും സംസാരിക്കാനും അറിയില്ല, അങ്ങനെ അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയുക എന്താ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനൊന്നും വീഡിയോ ഇടാഞ്ഞത്. സത്യം പറഞ്ഞാൽ കുറേ കാലമായി നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി. ഇനി ഇതുകൊണ്ടൊക്കെ നമ്മളെ ജീവിതം മാറുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട് കാണുമ്പോൾ എന്താ പറയുക, സാധാരണക്കാരല്ലേ, പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്. പക്ഷെ നമ്മളെ വീട് ഇതുപോലെ എന്താ പറയുക കാണിക്കാനും ഇതുപോലെ ഇപ്പോൾ 1-2 കമൻറ്റൊക്കെ കാണലുണ്ട് വീടിനെ പറ്റിയിട്ടൊക്കെ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ ആൾക്കാർ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടും, പിന്നെ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങൾ ചില യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് ഒരുപാട് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മളെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ അതിൻ്റെ ഇടയിൽ നടന്നു പോണ കാര്യങ്ങൾ, ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഓരോന്നൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇത് തോന്നിയത് കേട്ടോ. നമ്മൾ ഒരുപാട് ചാനലുകൾ ഞാൻ അതുപോലെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇർഫാന, അതും ഷാമി സോൺ, അതുപോലെ കിച്ചൺ അപ്ഡേറ്റ് ജിഷ,
ബി ഹാപ്പി വിത്ത് ശ്രീ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ചാനൽ ഞാൻ സ്ഥിരം കാണുന്ന ചാനലാണ് കേട്ടോ. ആ ചാനലൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ബി ഹാപ്പി വിത്ത് ശ്രീൻ്റെ ചാനലൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് കേട്ടോ. അവരുടെ ചാനലും ശ്രീൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതേപോലെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, എന്താണ് ശ്രീ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ ജോലി ചെയ്യണത് ആ വീട്ടിലത്തെ കാര്യങ്ങൾ ഇട്ടിട്ടാണ് അവർ ആ ചാനൽ പോണത്. അതൊക്കെ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചാനൽ തുടങ്ങണം, എന്തെങ്കിലുമൊക്കെ ഒരു പൈസ എന്നുള്ളത് മാത്രമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒറ്റയ്ക്കല്ലേ, രാവിലെ ഏട്ടൻ പണിക്ക് പോവും, പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ സംസാരിക്കാനും ആരുമില്ല, ഒരു ഒറ്റപ്പെടലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ആവട്ടെ എന്നുള്ളൊരു ഇതിലായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങിയത്. അല്ലാതെ നമുക്ക് ഒരുപാട് പൈസ കിട്ടണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ കാണലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് കേൾക്കും ആ ഒരു കമൻറ്റ് വന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ എടുത്ത് നോക്കും എന്ത് കമൻറ്റാണ് വന്നിക്കിടുന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയാണ് കേട്ടോ. അത് ഓരോ കമൻറ്റ് വരുമ്പോഴും ഞാൻ ഏട്ടൻ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഏട്ടൻ വന്നാൽ ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കും, ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്നോട് പറയും അണക്ക് എന്തെങ്കിലും ഭ്രാന്തോ തോന്നിച്ചിട്ട് നേരത്തെ ഓരോ പൊട്ടത്തരാണ് കേട്ടോ, അതൊന്നും കാര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് നമ്മൾ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കൂലിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഈ അരി അരയ്ക്കുന്ന നേരത്ത് കുറേ നേരം മോളായിട്ടൊക്കെ ഇങ്ങനെ വർത്താൻ പറഞ്ഞിരുന്നിട്ടാ. ഓളിങ്ങനെ ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ അടുക്കളയിൽ വന്ന് ഓരോരോ സംശയം ചോദിക്കും, പല സംശയമാണ്, നമുക്ക് തീർത്തു കൊടുക്കാനൊന്നും പറ്റില്ല, അങ്ങനത്തെ പല ജാതി സംശയങ്ങളുണ്ടാവും. എന്നാലും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ആണ് ഞാൻ ഓരോരോ പണിയൊക്കെ ചെയ്യട്ടെ. ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ ഇങ്ങനെ വന്നിരിക്കുകയൊക്കെ ചെയ്യും. ചില സമയത്ത് ഭയങ്കര അടിയൊക്കെ ഉണ്ടാക്കുമെന്നാലും വേണ്ടില്ല, ആളുള്ളത് നല്ല രസമാണ് കേട്ടോ. അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലാത്ത പോലത്തെ ഒക്കെ ഒരു തോന്നലാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ഓട്ടപ്പാണ് ഉണ്ടാക്കിയത്, ഓൾ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ടോ ഞാനിന്ന് ഓട്ടപ്പാണ് ഉണ്ടാക്കിയത്. ഓട്ടപ്പത്തേക്ക് പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, ഏട്ടനോ സനലേട്ടനോ അല്ലെങ്കിൽ സനലേട്ടനോ മോൾക്കോ അമ്മയ്ക്കോ ഒന്നും തേങ്ങാപ്പാൽ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ മാത്രം തേങ്ങാപ്പാൽ ഇട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇതേപോലെ തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ടിട്ടൊക്കെ ദോശയ്ക്ക് നൂൽപ്പുട്ടിയൊക്കെ കഴിക്കുമ്പോൾ ഏട്ടൻ കളിയാക്കും കേട്ടോ. എന്താ പറയുകയെന്നറിയോ, എന്താ പറയുക, തേങ്ങാപ്പാൽ കൂട്ടി ഇച്ചിരി ഈ വെളുക്കൊന്നുമില്ല, ഈ എൻ്റെ നിറയെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു കേട്ടോ. അന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര കുറവായിരുന്നിട്ടാ അങ്ങനെയൊക്കെ പറയുമ്പോൾ. പിന്നെ ഇപ്പോൾ പിന്നെ അങ്ങനത്തെ കുറവൊന്നുമില്ല. മൂപ്പരെ സ്വഭാവം എൻ്റെ സ്വഭാവമൊക്കെ പിന്നെ നമുക്ക് അറിഞ്ഞല്ലോ, 10-15 വർഷമായി കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സെറ്റാണ്. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, എന്താണ് നമ്മളെ വീട്ടിൽ കുഴൽക്കിണർ കുത്തിയെന്ന്. ആ കുഴൽക്കിണർ കുത്തിയ സമയത്ത് നമ്മളെ വീട്ടിൽ വെള്ളം കുഴൽക്കിണർ കുത്തി പിറ്റേ ദിവസമാണ് കേട്ടോ മോട്ടർ വെച്ചിട്ട് വെള്ളം അതേപോലെ നന്നായിക്കണോ നോക്കാൻ വേണ്ടി നമ്മൾ കുറേ നേരം വെള്ളം അടിച്ച് കളഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്, എന്നാലും കുറേ അടിച്ച് ഇതായി കഴിഞ്ഞാൽ നന്നാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് സുന്ദരകില്ലാടി സിനിമയിലത്തെ പോലെയെന്ന് വെള്ളം കണ്ട സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇതാണ് കേട്ടോ ആ വീഡിയോ. പിന്നെ അപ്പുറത്ത് അച്ഛനൊക്കെ ഉണ്ട്, അച്ഛനൊക്കെ തോർത്തെടുത്തിട്ടാട്ടോ നിൽക്കുന്നത്. അത് കാരണമാണ് ഞാൻ പിന്നെ അച്ഛനൊന്നും വീഡിയോ എടുക്കാഞ്ഞത്. കുട്ടികളിതാ വെള്ളത്തിൽ കളിക്കുന്നത്, നാത്തൂൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ബൈ, വീണ്ടും കാണാം.